ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL ഓപ്ഷന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. IPL ഓപ്ഷന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടീമുകളുടെ ഓപ്ഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും എന്ന വീഡിയോ സീരീസാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് ടീമുകളുടെ ഓപ്ഷൻ സ്ട്രാറ്റജി വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട്. RCBയുടെയും രാജസ്ഥാൻ റോയൽസിൻ്റെയും ഓപ്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ ഓപ്ഷൻ പ്ലാൻസ് എങ്ങനെയായിരിക്കും എന്ന വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്കുള്ള അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ടാണ്. മൂന്നാം എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് IPL കിരീടം 5 വട്ടം ഉയർത്തിയ ദൈവത്തിൻ്റെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജി വീഡിയോ ആണ്. MIയുടെ ഓപ്ഷൻ പ്ലാൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും. MIയുടെ ആ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്തവണ മുംബൈ നിലനിർത്തിയത് 5 താരങ്ങളെയായിരുന്നു. ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, തിലക് വർമ്മ എന്നീ 5 താരങ്ങളാണ് മുംബൈ ഇത്തവണ റീറ്റെയിൻ ചെയ്തത്. ഇനി ഒരു RTM അവർക്ക് ബാക്കിയുണ്ട്. 45 കോടി രൂപയാണ് മുംബൈയുടെ ബാലൻസ് പേഴ്സ് വന്നിട്ടുള്ളത്. ഇനി അവർക്ക് ഫില്ല് ചെയ്യാനായി ബാക്കിയുള്ളത് 20 സ്ലോട്ടുകളാണ്. 20 സ്ലോട്ടിൽ 8 ഓവർസീസ് താരങ്ങളാണ് അവർക്ക് കൊണ്ടുവരാനായി ബാക്കിയുള്ളത്. ഇതാണ് മുംബൈയുടെ റിട്ടൻഷൻ അപ്ഡേറ്റ്. ഇനി മുംബൈയെ സംബന്ധിച്ച് അവരുടെ സ്കോഡ് പരിശോധിക്കുകയാണെങ്കിൽ അവർക്കിനി ആവശ്യമുള്ള ഏതൊക്കെ പൊസിഷനുകളിലേക്കാണ് താരങ്ങളെ ആവശ്യമുള്ളത് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കിടക്കാം രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ ഓപ്പണിംഗ് സഖ്യമായിരുന്നു മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചത്. ഇഷാൻ കിഷനെ ഇത്തവണ മുംബൈ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം ഇഷാൻ കിഷന് പകരം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് അല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസ് ഒരു വിദേശ താരത്തെ ഇത്തവണ കൊണ്ടുവന്നേക്കാം. അതോടൊപ്പം തന്നെ ഒരു വിക്കറ്റ് കീപ്പറെ ഇഷാൻ കിഷന് പകരം ഒരു വിക്കറ്റ് കീപ്പറെ കൂടി മുംബൈക്ക് ആവശ്യമുണ്ട്. പിന്നീട് കുറച്ച് ഓൾറൗണ്ടേഴ്സ് നമുക്കറിയാം. നിലവിൽ അവരുടെ ടീമിലുള്ള ഏക ഓൾറൗണ്ടർ അവരുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം കുറച്ച് മികച്ച 1-2 ഓൾറൗണ്ടേഴ്സിൽ കൂടി മുംബൈ ഇത്തവണ ഓപ്ഷനിൽ നോട്ടമിട്ടേക്കാം. ഒപ്പം കുറച്ച് ബൗളർമാരെ കൂടി മുംബൈക്ക് ആവശ്യമുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്ക് ഒത്ത പങ്കാളിയാകാൻ കെൽപ്പുള്ള കുറച്ച് മികച്ച വിദേശ ഇന്ത്യൻ പേസ് ബൗളർമാരെ കൂടി മുംബൈ ഇത്തവണ സ്കോഡിലേക്ക് കൊണ്ടുവന്നേക്കാം. ഇതാണ് മുംബൈയുടെ നീഡ്സ് അല്ലെങ്കിൽ മുംബൈക്ക് ഇനി ആവശ്യമുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. മുംബൈയുടെ ടാർഗറ്റ് പ്ലെയേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഒന്നാമത്തെ താരം അവർ ടാർഗറ്റ് ചെയ്തേക്കാം എന്നുള്ള പ്രൈം ടാർഗറ്റ് മറ്റാരുമല്ല ജോസ് ബട്ട്ലർ തന്നെയായിരിക്കും. നമുക്കറിയാം മുംബൈയുടെ പഴയ താരമാണ് ജോസ് ബട്ട്ലർ. ഇത്തവണ രാജസ്ഥാൻ റോയൽസ് കൈവിട്ട് കളഞ്ഞ താരത്തേടി വമ്പൻ ടീമുകൾ തന്നെയാണ് IPL ഓപ്ഷനിൽ കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 45 കോടി രൂപയും കൊണ്ടുപോകുന്ന മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാകില്ല ബട്ട്ലറെ കൊണ്ടുവരാൻ. പക്ഷേ തങ്ങളുടെ പഴയ താരം കൂടിയായിട്ടുള്ള ജോസ് ബട്ട്ലറെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചാൽ മുംബൈയെ സംബന്ധിച്ച് ഓപ്പണിങ്ങിൽ ഹിറ്റ്മാനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഒപ്പം ഒരു കരുത്തുറ്റ വിക്കറ്റ് കീപ്പറെ കൂടിയായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ജോസ് ബട്ട്ലറെ മുംബൈ ഇന്ത്യൻസ് ടാർഗറ്റ് ചെയ്തേക്കും. ഇനി ബട്ട്ലറെ കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിൽ ബട്ട്ലറെ കൊണ്ടുവരാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ബട്ട്ലർക്ക് പകരക്കാനായിട്ട് മറ്റൊരു താരത്തെ കൂടി മുംബൈ നോട്ടമിട്ടേക്കാം. ഫിൽ സോൾട്ട് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ KKRന് വേണ്ടി വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച താരമാണ്. മറ്റൊരു ഇംഗ്ലീഷ് താരമാണ് ഫിൽ സോൾട്ട്. ഫിൽ സോൾട്ടിനെയും തേടി ഇത്തവണ ഒരുപാട് ടീമുകൾ തന്നെ IPL ഓപ്ഷനിൽ രംഗത്ത് വന്നേക്കാം. സ്വാഭാവികമായിട്ടും മുംബൈ ഇന്ത്യൻസും അതേപോലെ പോലൊരു ടോപ്പ് ഓർഡർ ബാറ്ററെ വളരെ മികച്ച സ്ട്രൈക്കർ, പവർ പ്ലേയിൽ തന്നെ വളരെ മികച്ച റൺസ് കണ്ടെത്താൻ കെൽപ്പുള്ള ഒരു വിക്കറ്റ് കീപ്പർ, പവർ ഹിറ്ററെ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കും. അതോടൊപ്പം തന്നെ മുംബൈ തങ്ങളുടെ പഴയ താരമായിട്ടുള്ള ക്വിൻ്റൻ ഡിക്കോക്കിനെയും ടാർഗറ്റ് ചെയ്തേക്കും. സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇത്തവണ LSG വിട്ടാണ് IPL ഓപ്ഷനിലേക്ക് വരാൻ പോകുന്നത്. ഡിക്കോക്കിനെ മുംബൈ ഇന്ത്യൻസ് ആ ഒരു വിക്കറ്റ് കീപ്പർ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടോപ്പ് ഓർഡർ റോളിലേക്ക് ടാർഗറ്റ് ചെയ്തേക്കും. ഇതാണ് മുംബൈയുടെ ടോപ്പ് ഓർഡറിലേക്ക് അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ആ ഒരു റോളിലേക്കുള്ള കുറച്ച് ടാർഗറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി മുംബൈ നോട്ടപ്പെടുക കുറച്ച് ഓൾറൗണ്ടേഴ്സിനെ വേണ്ടിയായിരിക്കും. നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യയാണ് നിലവിൽ അവരുടെ സ്കോഡിലുള്ള ഏക ഓൾറൗണ്ടർ. കുറച്ച് ഓൾറൗണ്ടേഴ്സിൽ കൂടി മുംബൈക്ക് ഇത്തവണ ആവശ്യമുണ്ട്. ഒന്നാമത്തെ ടാർഗറ്റായി വരാൻ പോകുന്നത് മാർക്കസ് സ്റ്റോയിനിസ് ആയിരിക്കും. ലക്നൗ സൂപ്പർ ജയൻസ് വിട്ടുവരുന്ന ഈ ഓസ്ട്രേലിയൻ താരത്തെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ മുംബൈ ഇന്ത്യൻസ് ശ്രമങ്ങൾ നടത്തിയേക്കും. വളരെ മികച്ച ഒരു ഓൾറൗണ്ടർ നമുക്കറിയാം മാർക്കസ് സ്റ്റോയിനിസ്. സമീപകാല ക്രിക്കറ്റിൽ വളരെ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് സ്റ്റോയിനിസ്. മുംബൈയെ സംബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരു ലോവർ ഓർഡറിലടക്കം മുംബൈയുടെ ലോവർ ഓർഡർ ബാറ്റിങ്ങിനടക്കം കെൽപ്പേകാൻ മാർക്കസ് സ്റ്റോയിനിസിന് സാധിക്കും. അപ്പോൾ ഒരു വളരെ മികച്ച വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷൻ കൂടിയാണ് സ്റ്റോയിനിസ്. പിന്നെ മുംബൈ യുസ്വേന്ദ്ര ചഹലിനെ നോട്ടമടയ്ക്കും. മുംബൈയുടെ പഴയ താരമാണ് നമുക്കറിയാം യുസ്വേന്ദ്ര ചഹൽ. 2011 IPL മുംബൈ ഇന്ത്യൻസിലൂടെ IPL അരങ്ങേറ്റം കുറിച്ച പ്ലെയറാണ് ചഹൽ. ഇത്തവണ രാജസ്ഥാൻ റോയൽസാണ് താരത്തെ കൈവിട്ട് കളഞ്ഞിട്ടുള്ളത്. മുംബൈയെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിലടക്കം അവർ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഒരു സ്പിൻ ബൗളറുടെ ഒരു ക്വാളിറ്റി സ്പിന്നറുടെ അഭാവമായിരുന്നു. പീയൂഷ് ചവളയായിരുന്നു കഴിഞ്ഞ സീസണിലടക്കം മുംബൈയുടെ ആ ഒരു സ്പിൻ റോളിൽ എത്തിയത്. ഇത്തവണ പീയൂഷ് ചവളെ നമുക്കറിയാം IPL മതിയാക്കിയിട്ടുണ്ട്. പീയൂഷ് ചവളയ്ക്ക് പകരം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള IPL ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ടുള്ള
യുസ്വേന്ദ്ര ചഹലിനെ കൊണ്ടുവരാൻ മുംബൈ ഇന്ത്യൻസ് ശ്രമങ്ങൾ നടത്തിയേക്കും. അതോടൊപ്പം തന്നെ മികച്ച കുറച്ച് വിദേശ ഓവർസീസ് പേസ് ബോളേഴ്സിനെ മുംബൈ നോട്ടമിടുന്നുണ്ട്. ട്രെൻറ്റ് ബോൾട്ട്, മിച്ചൽ സ്റ്റാർക്ക് അടക്കമുള്ള താരങ്ങളെ മുംബൈ ടാർഗറ്റ് ചെയ്തേക്കും. നമുക്കറിയാം മുംബൈയുടെ പഴയ താരമാണ് ട്രെൻറ്റ് ബോൾട്ട്. രാജസ്ഥാൻ റോയൽസാണ് താരത്തെ തവണ കൈവിട്ട് കളഞ്ഞിട്ടുള്ളത്. പവർ പ്ലേയിലടക്കം ഏർലി വിക്കറ്റുകൾ നേടാനുള്ള കെൽപ്പുള്ള ബോൾട്ടിനെ കൊണ്ടുവന്നാൽ മുംബൈയെ സംബന്ധിച്ച് ബോളിംഗ് ഒന്നുകൂടി കരുത്തുറ്റതാക്കാൻ, അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഒരു മികച്ച ഒരു പേസ് ജോഡിയെ വാർത്തെടുക്കാൻ മുംബൈക്ക് സാധിക്കും. ഒപ്പം മിച്ചൽ സ്റ്റാർക്കും നോക്കാം, KKR കഴിഞ്ഞ IPL സീസണിൽ റെക്കോർഡ് തൂക്കി മേടിച്ച താരമാണ് സ്റ്റാർക്ക്. പക്ഷേ ഇത്തവണ സ്റ്റാർക്കിനെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ RTM കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ KKR അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ശ്രമങ്ങൾ വിജയിക്കില്ല. അങ്ങനെയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് സ്റ്റാർക്കിനെ അവർ നോട്ടമിട്ടേക്കും. പിന്നെ അവർ നോക്കാൻ പോകുന്നത് കുറച്ച് ഇന്ത്യൻ പേസ് ബോളേഴ്സിന് വേണ്ടിയായിരിക്കും. ഹർഷൽ പട്ടേലിനെയും ഭുവനേശ്വർ കുമാറിനെയും ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസ് നോട്ടമിട്ടേക്കും. അതോടൊപ്പം തന്നെ അവർ കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി കളിച്ച, ഇത്തവണ അവർ റിലീസ് ചെയ്ത നേഹൽ വധേര, ദിൽഷൻ മധുശൻക, ഇഷാൻ കിഷൻ, ടിം ഡേവിഡ് തുടങ്ങിയ താരങ്ങളെ മുംബൈ ഇന്ത്യൻസ് തിരികെ കൊണ്ടുവരാൻ ഓപ്ഷനിലൂടെ ലോ ബഡ്ജറ്റിൽ തിരികെ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തിയേക്കും. നമുക്കറിയാം നേഹൽ വധേര കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ കാര്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ പോലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു യങ് ഇന്ത്യൻ ടാലൻറ്റഡ് പ്ലെയറാണ് നേഹൽ വധേര. അതോടൊപ്പം തന്നെ ദിൽഷൻ മധുശൻക, ശ്രീലങ്കൻ പേസ് ബോളർ, കഴിഞ്ഞ സീസണിൽ അത്ര മോശമല്ലാത്ത പ്രകടനമായിരുന്നു മുംബൈ ജേഴ്സിയിൽ കാഴ്ചവെച്ചത്. സോ മധുശൻക ഇത്തവണ മുംബൈ ഇന്ത്യൻസ് തിരികെ കൊണ്ടുവന്നേക്കും. അതോടൊപ്പം തന്നെ ഇഷാൻ കിഷൻ, തങ്ങളുടെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ഇഷാൻ കിഷനെ കൂടി മടക്കി കൊണ്ടുവരാൻ ഓപ്ഷനിലൂടെ ലോ ബഡ്ജറ്റിൽ മടക്കി കൊണ്ടുവരാൻ മുംബൈ നോട്ടമിടും. പിന്നെ ടിം ഡേവിഡും, കാരണം ഈ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറെ തിരികെ കൊണ്ടുവരാൻ മുംബൈ ഇന്ത്യൻസ് ടാർഗറ്റ് ചെയ്തേക്കും. സോ ഇതാണ് മുംബൈയുടെ ഒരു പ്രോബബിൾ ടാർഗറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോബബിൾ ലിസ്റ്റ് മാത്രമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.